ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നിൽക്കുന്നത് ആരാന്നറിയാമോ? ഇതെൻ്റെ അനിയത്തിയുടെ മകനാണ് കേട്ടോ. അവന് വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ് കേട്ടോ. ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹായ് പറയടാ. ഒരു പോവാണ് കേട്ടോ ബൈക്കിൽ. ഞാൻ ഇന്ന് വീട്ടിലോട്ട് വന്നപ്പോൾ ഇവനെയും കിട്ടി. അങ്ങനെ ഇവനെ ഞാൻ ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവനൊന്നും വീഡിയോയ്ക്ക് വരാൻ ഭയങ്കര താല്പര്യമില്ലാത്ത കൂട്ടത്തിലാട്ടോ. ഇവർ പോവാണ്. ഹലോ, വാപ്പ അന്നേരം ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. വാപ്പ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉടുപ്പൊന്നും ഇടാതിരിക്കുന്നത്. ഇപ്പം കുളിക്കാൻ ഇറങ്ങാൻ പോവാണ്. എന്താ ഞണ്ട് കറിയോ? എന്നാ ഞണ്ട് കറി. ഇതെന്താണ് വെക്കുന്നത്? ഞണ്ട് കറി. ഞണ്ട് കറിയാണോ? ഞണ്ട് നോക്കാട്ടോ. ഞണ്ടിനെ അതുകൊണ്ട് ഞണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ കറി. എന്തുവാണെന്ന് വെച്ചാൽ ഞണ്ടാണ്. ഇതാരാണെന്നറിയാമോ? ഇതെൻ്റെ അനിയത്തി കേട്ടോ. അവളാണ് ഞണ്ട് റോസ്റ്റിൽ സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ഭയങ്കര ഞണ്ട് കറി. അവൻ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം, വീഡിയോ എടുക്കാതെ കേട്ടോ. പിന്നെ ഇവിടെ ഉമ്മ അവിയലിനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ്ടേ ഇന്നെന്തൊക്കെയുണ്ട് പൂവിന? ഇന്നെന്തൊക്കെയുണ്ട് കറി? അവിയൽ, ഞണ്ട് റോസ്റ്റും. മോരുണ്ടോടെ? മോരൂടെ കാച്ചാ. അന്നേരം അവിയൽ. പിന്നെ ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ ചുമന്നുള്ളി, വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഞണ്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല ഞണ്ട്. പിന്നെ അവിടെ ഇഞ്ചി ചുരണ്ടുന്ന സ്പീഡാണ് കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തിയുടെ മോനാണ് ഇപ്പം പോയത് ജോലിക്ക് കേട്ടോ. അവനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ഞണ്ട്. അത് വെക്കാൻ ഏറ്റവും നല്ലപോലെ അറിയാവുന്നത് മുവിനാക്ക് കേട്ടോ. അത് നല്ലപോലെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് ഉള്ളി കഴുകിയാണ് കേട്ടോ. ഉള്ളി ജാനി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ജാനിയില്ല. ജാനിയുടെ വേള ഇവിടെ കാണാമായിരുന്നു കേട്ടോ. ഞാൻ ലക്കിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ലക്കി പക്ഷേ അപ്പുറത്ത് നിൽക്കുകയാണ്. ലക്കിയുണ്ട്. പറയട്ടെ, എന്തൊക്കെ അവിയലിനെടുത്ത് വെച്ചേക്കുന്നേ? അവിയലിന് ചേന, ചേമ്പ്, പിന്നെ മലക്കറി ഐറ്റംസുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു അവിയൽ ഉണ്ടാക്കാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവുക. പിന്നെ ഇപ്പോൾ എല്ലാം ഇത് പിന്നെ അരപ്പിടത്തുള്ളൂ. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കരിയാപ്പില ഇട്ട് ഇളക്കി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടുപ്പിലോട്ട് വെക്കും. ഇപ്പോൾ ഈ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടോ? എല്ലാം ഇട്ട് വേണ്ട ഇട്ട് ഇളക്കി അടുപ്പിലോട്ട് വെക്കാൻ പോവുക. അടുപ്പ് വെക്കുവാന്നേ? അടുപ്പേ വെക്കാം. ഗ്യാസിലാണോ? ഗ്യാസിലാണ് വെക്കുന്നത്. ഗ്യാസിൽ വെക്കുക. രശ്മി പറഞ്ഞിട്ട് വെക്കുന്നത്. അപ്പോഴും ഇത് വേവട്ടെ. പിന്നെ ഇതൊരു കറിയാണ്ടേ കണ്ടോ? എന്തോ അതിൻ്റെ പേര്? സോയാ കറി കണ്ടോ? അത് രാവിലെ ഞങ്ങൾ കാപ്പിക്ക് വെച്ചത്. ഇതിപ്പോൾ ഇത്തിരി ചോറിനും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് കൊള്ളാമോ നോക്കണം. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. തക്കാളി സവാളയുടെ കൂടെ ഇടുവാണോ? തക്കാളി സവാളയുടെ കൂടെ ഇട്ടിട്ട് അല്ല, സവാള ഒന്ന് വഴണ്ടതിന് ശേഷമല്ലേ ഇടുന്നത്? തക്കാളി ഞാൻ ഇതിനായിട്ടാണ് ചെയ്യുന്നത്. ആണോ? കൂട്ടി നോക്കും. ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് ചതച്ച് ഇനി നമുക്കിത് വെക്കുന്നത് എടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് ചതക്കത്തില്ല. എനിക്കെല്ലാം ഈ കല്ലിലിട്ട് ചതക്കുന്നതാണ് ഇഷ്ടം. കല്ല് വെച്ചിടിച്ച് ചതച്ചെടുക്കണം. തോരനാലും അവിയലിനാലും എല്ലാം ഞങ്ങൾ ഈ കല്ല് വെച്ചിടിച്ച് ചതച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ അറിയണമെന്നില്ല ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പോഴതൊന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഞണ്ടിനെ ക്ലീൻ ചെയ്തത്. ആദ്യം എന്തോ ചെയ്യുന്നത്? എൻ്റെ കാലൊടിച്ച് മാറ്റും. കാലിങ്ങനെ ഒടിച്ച് മാറ്റിയെടുക്കും കേട്ടോ. കുറച്ചേ ഉള്ളാണ്ട് എല്ലാം എടുക്കും. കാലൊക്കെ നല്ല രുചിയാണ്. ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഞണ്ടിൻ്റെ വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ പൊന്നാണ്. എൻ്റെ പേരെന്തുവാ? പൊന്ന്. പൊന്ന്.
ഇത് കഴിയുമ്പോൾ പോകത്തില്ല ഇനി? ഇല്ല, ഇതിന് കഴിവുണ്ടല്ലോ, കഴുകിയല്ലേ എടുക്കുന്നത്. കഴുകി വെച്ചിരുന്നേ അല്ലയോ? 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിങ്ങനെ ഒടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴുകത്തില്ല. ആണല്ലേ. എനിക്കിത് കഴിവെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവളിവിടെ നിന്നേത്. അപ്പോഴും ഞാൻ അത് കളയുമല്ലേ? തോടങ്ങ് കളയും. ഇതിൻ്റെ പൂവ് എടുത്ത് ഇതുപോലെ കളയണം. അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇനി ഞണ്ടിനെ ഇങ്ങനെ ഇതാണ് ക്ലിയറാക്കി എടുക്കുന്നത്. ഇവിടെ അമീന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട്. അതുകൊണ്ട് അവൻ ഞണ്ടിനെ കണ്ടാൽ മേടിച്ചുകൊണ്ട് വരും. എന്ന് വെച്ചാൽ കണ്ടോ, എനിക്കിത് നല്ല ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. നമ്മുടെ അവിടെ അങ്ങനെ ഞണ്ട് മേടിക്കാറുമില്ല. എനിക്കൊരു അലർജി ഉള്ളതുകൊണ്ട് ഞാൻ കൂട്ടാറുമില്ല. പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കും, അത്ര തന്നെ. എല്ലാവർക്കും ഒന്നും ഇതറിയാവുന്ന തോന്നുന്നില്ല കേട്ടോ. ചിലർക്കൊക്കെ ഈ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ അറിയാവും. അത് ഷെല്ലൊക്കെ പൊട്ടിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയത്തില്ലല്ലോ. ചിലതിന് ഭയങ്കര കട്ടിയാണ്. ഷെല്ല് ഭയങ്കര ഇതിന് കട്ടിയുണ്ടല്ലേ. ഇതെന്തൊരു തേടാണിത്? ഞണ്ട് കായൽ ഞണ്ടാണോ കടൽ ഞണ്ടാണോ? കായൽ ഞണ്ടാണോ കരഞ്ഞണ്ടാണോ എന്നറിയില്ല. അതൊന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഭയങ്കര പാടത് ഇളക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇളക്കി ഉമ്മ തിരുമുന്നത് തേങ്ങ തിരുകയാണ്. ഉമ്മ എന്നിട്ടാ ഉമ്മ എന്നറിഞ്ഞു ഉമ്മ തേങ്ങ തിരുകയാണത്. അയ്യോ, ഞാൻ തിരുവി തരാം. എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അത് സാരമില്ല. 69 വയസ്സുള്ള ഒരു ഉമ്മയാ ഞാൻ. അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പം പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റങ്ങളോ ഒക്കെ വരും. അതൊക്കെ ക്ഷമിക്കുക മക്കളെ. ഈ ഉമ്മ ഒരു 69 വയസ്സുള്ള ഒരു ഉമ്മയ. അവിയലിന് തേങ്ങ തിരുമുക. എന്തെങ്കിലും പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കണം. ഉമ്മക്ക് അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കണം. പ്രായം ചെന്നതിൻ്റെ അറിവില്ലായ്മ ആയിരിക്കും. ഉമ്മക്കൊരു തെറ്റൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് മക്കളെല്ലാവരും ഇതിൽ അവിയൽ അടുപ്പിലായി തിളച്ചു. പിന്നെ അരപ്പരച്ച് അതിലിട്ടെങ്കിലേ ഒക്കൂ മക്കളുമാരെ. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ പറയുന്നത് തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അതുകൊണ്ട് എല്ലാവരും പിന്നെ ഇതെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും. ഇത് രണ്ടാക്കിയിരുന്നത് ഒത്തിരി വലിപ്പം വേണ്ട. ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നീ ഇത് രണ്ടായിട്ട് മുന്നൂർക്ക് ഇടണം അല്ലേ? ഞങ്ങൾ എല്ലാവരും ഇടത്തില്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ഇടും. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ രണ്ടായിട്ടാക്കി ഇടുന്നതാണ്. അടുപ്പിലാണോ ഗ്യാസിലാണോ റോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ചോറ് എന്തായിരുന്നെങ്കിലേ അടുപ്പിൽ ചെയ്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് അല്ലേ? അടുപ്പിൽ ചെയ്യുന്നതിനല്ലേ നല്ല ടേസ്റ്റ്. അങ്ങനൊന്നുമില്ല, എവിടെ സമയത്തിന് ആയതുകൊണ്ട് ഗ്യാസ് വെച്ചിട്ടാ മോനിപ്പോൾ കഴിക്കാൻ വരും. വാപ്പാക്ക് കറക്റ്റ് പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ കഴിച്ചിരിക്കണം. അതാണ് വാപ്പ എണ്ണയൊക്കെ തേച്ച് അങ്ങനെ നിൽക്കുന്നത്. ഇതുവരെ കുളിച്ചിട്ടില്ല. ഊണ് റെഡി ആയപ്പോഴേ വാപ്പ കുളിക്കാനേ പോകുള്ളൂ കേട്ടോ. അപ്പഴ് വന്ന് കഴിക്കാൻ നിൽക്കണം. കുളിച്ചിട്ടേ ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. ഉച്ചയും കുളിച്ച് കഴിഞ്ഞ് ഏനാത്ത് കളമലപ്പള്ളി അവിടെ പോയി ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഈ എൻ്റെ മൂത്ത മോൾ ഒരു ഇരുമ്പ് ചട്ടിയല്ല, നമ്മളൊരു സാധാരണ ചട്ടി പോലെ ഒരെണ്ണം മേടിച്ചു. ഇരുമ്പ് ചട്ടി തന്നെ. ഇരുമ്പ് ചട്ടി മേടിച്ചു. പക്ഷേ ഇപ്പോൾ അവൾ പറയുന്നത് എനിക്കും മേടിക്കണമെന്നുണ്ടായിരുന്നു. ഈ കൊച്ച് മേടിക്കാതെ മടിച്ചു നിന്നോണ്ട് ഞാൻ മേടിപ്പിച്ചപ്പോൾ ഇപ്പോൾ ആ കൊച്ച് പറയുന്നത് അതിൽ പരിപാലിക്കുന്നത് നല്ല സൂപ്പറാണ്. ഞങ്ങൾക്ക് ഇനി പോകുമ്പോൾ അതുപോലെ ചട്ടി നോക്കി എടുക്കണം മക്കളെ. ഇരുമ്പട്ടിയാകുമ്പോൾ നല്ലത്. നമ്മളെല്ലാം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനും തേങ്ങ വറക്കാനും. എനിക്കും 2-3 ഉണ്ട്. എണ്ണ ഒഴിച്ചോ? എണ്ണ ഒഴിച്ചല്ലേ? വെട്ടയില്ല ഇവിടെ അല്ലേ? വെട്ടയില്ല. ഇവിടെ ലൈറ്റ് പോയി. പൊട്ടിയില്ല.
എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടാ. എനിക്കിത് അറിയത്തില്ല കേട്ടോ നല്ലപോലെ. അതുകൊണ്ട് ഞാൻ നിലക്കേരം പിന്നെ അവിയൽ അവിടെ അപ്പുറത്തിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിരിച്ചട്ടി വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അതായില്ല മുതിന, തക്കാളി, സവാള, തക്കാളിപ്പഴവും സവാള ഇട്ട് അത് 2 പാത്രമല്ലേ തോന്നി. മറ്റേതൊന്നും ഇട്ടില്ലല്ലോ ഇപ്പോൾ. ഇത് ഇച്ചിരി വഴങ്കത്തെ ഇച്ചിരി ഉപ്പൂടി ഇപ്പം ഇട്ടോട്ടെ. മതിയോ? ഒന്ന് നോക്കി ചെയ്ത് മതിയോ? ഇതിരിക്കട്ടെ. അത് ഉപ്പ് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വഴണ്ടി വരട്ടെ ചെയ്തു. കുറച്ച് വഴണ്ടിട്ട് മറ്റേ അത് കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളി, അതെല്ലാം കൂടി ഇട്ടല്ലേ. ഇഞ്ചി 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 മറ്റാനും അറിയത്തില്ല, ചിലപ്പോൾ കപ്പത്തില്ല, ഇങ്ങനത്തെ ചെയ്യാം. മഞ്ഞപ്പൊടി, പിന്നെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി കൂടി ഇട്ടു. കുരുമുളക് പൊടി ഇടുവോ? ഇച്ചിരി ഇട്ടു, ഒരു ശകലം കുരുമുളക് പൊടി. മഞ്ഞപ്പൊടി ഇട്ട് ഉള്ളി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഇച്ചിരി ശകലം ഒരു ഉലുവാപ്പൊടി ശകലം. ഇത്ര ഇട്ടാണ് ഈ ഇളക്കുന്നത് അല്ലേ. ഇനി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇടും. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വേണ്ടത് ഇച്ചിരി മുളക് പൊടി, ഒരു മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇച്ചിരി മതി. മല്ലിപ്പൊടി കുറച്ചല്ലേ, ഇത്ര മതിയല്ല അല്ലേ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്നും ഇടണ്ടല്ലോ അല്ലേ. എല്ലാം ഇട്ടു. ഇനി ഞണ്ടിടും. ഞണ്ടിട്ട് ഇളക്കി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് വേവണം. വേറെ നിന്നിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കണം, കേൾക്കാൻ മൊത്തമില്ല. ഇത് മാറാൻ വേണ്ടി ഇച്ചിരി ഒന്ന് മൂക്കണം. മുളക് പൊടിയുടെ പച്ചച്ചവ മാറണം. ചെറ മാറണം. പച്ചച്ചവ മാറിയാലേ കറിക്കൊരു ടേസ്റ്റ് വരും. അല്ലെങ്കിൽ ആ മുളക് പൊടിയുടെ ഒരു ക്രാണ ആ മുളക് കാണും കറിയിൽ. അപ്പോൾ ഇതിലല്ലോ കറിവേപ്പില ലാസ്റ്റ് എല്ലാം ഇടുക. ഞണ്ടിനെ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ? ഇച്ചിരി വെള്ളം ഒഴിക്കണം. പിന്നെ ഇളക്കിയിട്ട് ഏത് കറിവേപ്പില മൊത്തം വാരി ഇട്ടോ നീ അതിൽ? എനിക്ക് ഇച്ചിരി തോനെ കറിവേപ്പില ഇട്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കറിവേപ്പില ഏതിനും തോനെയാണ്. നമ്മളിവിടെ കറിവേപ്പില ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, മേടിക്കൊന്നും വേണ്ട. അല്ല നാടൻ കറിവേപ്പില ഉണ്ട്. ഇനി നമുക്ക് കൊഞ്ച് റെഡി ആയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നല്ല വിഷമില്ലാത്ത കറിവേപ്പില അത് ഞങ്ങൾക്കും ഉണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ. ഇനി ഞാൻ വീട്ടിലോട്ട് കയറി വന്നു. ഇയാൾക്ക് ജോലിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ലീവുണ്ട്, അതുകൊണ്ട് വന്നതാണ് കേട്ടോ. മുബീന നീ വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞു തരാം മുബീന. ഞാൻ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സ്റ്റാഫാണ്. ഇന്നലെ 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. വന്നപ്പോൾ ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ മുബീനായി ഒന്ന് പരിചയപ്പെട്ടേ കേട്ടോ. നിങ്ങളെ അവൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കണ്ടാ ആളിതാണ് കേട്ടോ. നീ എന്ന് പോകണം നിനക്ക്? നാളെ നൈറ്റാണ്. നാളെ നൈറ്റിന് 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് പോകും. ഇന്ന് ഇത് കണക്ക് കറികളൊക്കെ കറികളൊക്കെ ആക്കി. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ മുബീന. നല്ല ടേസ്റ്റാണ് മുബീന ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത്. നല്ല രുചിയാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ പിള്ളേർക്ക്, എൻ്റെ മോനെ, എൻ്റെ അനിയത്തിയുടെ പിള്ളേർക്ക്, എൻ്റെ ചേട്ടത്തിയുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഞാൻ ഞണ്ട് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ഉള്ളത് പറയണമല്ലോ, സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് മുബീന കേട്ടോ. സൂപ്പറാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ, അടിപൊളി. അങ്ങനെയുണ്ട്.
നല്ലല്ലയോ? ആ നല്ല കുഴപ്പമില്ല. സത്യസന്ധമായിട്ട് പറയണം. സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല, നല്ലപോലെ കറി വെച്ച് ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷീണിച്ചു കേട്ടോ. അമ്മ ഫ്രൂട്ട്സ് ചെത്തുകയാണ് കേട്ടോ. സ്വന്തമായിട്ട് കഴിക്കുക എന്നിട്ട് കേട്ടോ. എല്ലാവരും കൊടുമ എൻ്റെ റോസ്റ്റ് റെഡി ആയില്ലേ? ആയി വരുന്നു. കുറച്ചും കൂടി വെള്ളം പറ്റിയിട്ട് നമ്മൾ ആക്കി വെക്കും. ഉണ്ടാക്കും. അപ്പോൾ ഞാനൊന്ന് മണമൊക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല മണവും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഗ്യാസ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് നല്ലപോലെ വീടിയെടുക്കാൻ പറ്റാത്തത് കേട്ടോ. അത് ഇതിനി വെന്തിട്ട് കാണാം നല്ലപോലെ റെഡിയായിട്ട്. എൻ്റെ കാല് ഞണ്ടിൻ്റെ നടുക്ക് ഭാഗം എല്ലാം അങ്ങനെ വെച്ചല്ലോ. വെച്ച് ഇതും കണ്ടിൻ്റെ കാല്. രണ്ട് റോസ്റ്റ് തയ്യാർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യണേ. ശകലം ഒന്ന് തൊട്ട് കഴിച്ച് നോക്കേ. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ച് നോക്കണം. അതിൻ്റെ ആ അരപ്പ് തന്നെ എന്തോരം ടേസ്റ്റാണെന്ന് അറിയാമോ. അത് ഇച്ചിരി ഇവിടുത്തെ ആക്കി വെച്ച് കൊടുത്താന്ന് വെച്ചാൽ അറിയാൻ പറ്റും. ഒന്ന് തൊട്ട് നോക്കേ. അപ്പം രണ്ടെണ്ണം കൂട്ടി വെക്കും. അപ്പം സൂപ്പർ സൂപ്പർ. ഇങ്ങനെ ഞണ്ട് കറി റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് റെഡിയായി. പൊറോട്ട, എന്തും ദോശ, അപ്പം, ചോറ് എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. വെച്ചാലും പറഞ്ഞാൽ സൂപ്പറാണ്. എൻ്റെ അനിയത്തിയുടെ മക്കൾക്ക്, എൻ്റെ ചേട്ടത്തിയുടെ മക്കൾക്ക്, എൻ്റെ മോന് എല്ലാവർക്കും ഞാൻ എന്ത് കറി വെച്ചാലും അവർക്ക് ഇഷ്ടമാണ്. എപ്പോഴും ഞണ്ട് റോസ്റ്റ് എടുത്ത് കഴിക്കോ? എടുത്ത് കഴിച്ചോ? എടുത്ത് കഴിക്കോ? ആ അരപ്പ് മാത്രം മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ടേസ്റ്റാണ്. സൂപ്പർ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഉമ്മയുടെ അവിയൽ റെഡി ആയിട്ടുണ്ടല്ലേ? വെന്ത് വന്നപ്പോൾ അരപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി. കണ്ടോ ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇവിടുത്തെ കൊച്ചുമോനിക്ക് ഈ അവിയൽ ഇങ്ങനെ ഇരുന്നെങ്കിൽ അവൻ കൂട്ടും. നമുക്ക് അവിയൽ ഇച്ചിരി ചൂടോടെ കഴിച്ചു നോക്കാം കേട്ടോ. അത് തന്നെ അവിയൽ നമുക്ക് ഇച്ചിരി ചൂടോടെ ഇട്ട് കഴിക്കുക. ഇച്ചിരി ഇങ്ങനെ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ആ അത് തന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ട്, അത് തന്നെ. ഞാൻ എനിക്ക് വേറെ വെളിയാൻ കൂട്ടും. ഞാൻ കൈ കൊണ്ടേ കഴിക്കും. കഴിച്ചോ. ഉമ്മയുടെ ഒരു കുക്കറി മീൻകറിയും ഉണ്ട്. അത് നമുക്കൊരു ദിവസം എടുക്കണം. അത് അടിപൊളിയായിട്ടില്ല. എന്നാ വേണ്ട വേണ്ട അവിയലിരിക്കും. ഇച്ചിരി എടുത്ത് കൂട്ട്. ഞാൻ നോക്കിയിരിക്കുന്ന അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ. എല്ലാവരും ഈ വീഡിയോ സന്തോഷത്തോടെ കണ്ട് ഇതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.